ചിരിച്ചു ചാവാം. പരാതികളും പരിഭവങ്ങളും മാറ്റിവെച്ച് PJ ജോസഫ് കളത്തിലിറങ്ങി. ഗായികയായ ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനോടൊപ്പം ഗായകനായ PJ ജോസഫും എത്തിയപ്പോൾ വോട്ടർമാർ ചിരിച്ചു മണ്ണ് തപ്പി. ഇതിലും നല്ലൊരു വോട്ട് പിടുത്തം സ്വപ്നങ്ങളിൽ മാത്രം. ലോക്സഭാ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ഇത്തവണ ബഹളം വെച്ച ഏക നേതാവാണ് PJ ജോസഫ്. കോട്ടയം സീറ്റ് മാണിയിൽ നിന്ന് തട്ടിപ്പറിക്കാൻ സ്വയം സ്ഥാനാർത്ഥിയായി പോലും അവതരിച്ചു. എന്നാൽ തന്ത്രശാലിയായ മാണി ജോസഫിന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിയില്ല. അവസാനം മറുകണ്ഠം ചാടുമെന്ന ഭീഷണി പോലും മുഴക്കി. പക്ഷേ ആരും അത് ചെവിക്കൊള്ളാതായതോടെ നാണം കെട്ട PJ ജോസഫ് പത്തി മടക്കി. UDFന്റെ ഐക്യത്തിനായി നിലകൊള്ളുമെന്നും പ്രചാരണത്തിൽ പങ്കെടുക്കുമെന്നും ജോസഫ് പറഞ്ഞു. അന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും മടങ്ങിയ ജോസഫ് പിന്നെ പൊങ്ങിയത് ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തട്ടകത്തിലാണ്. രമ്യയോടൊപ്പം പാടുന്ന PJ ജോസഫ് ഇപ്പോൾ തന്നെ ട്രോളായി കഴിഞ്ഞു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം കൺവെൻഷനിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് വോട്ട് ചോദിക്കാനെത്തിയതായിരുന്നു PJ ജോസഫ്. കർഷകരുടെ പ്രശ്നങ്ങൾ, മണ്ഡലത്തിലെ പൊതുപ്രശ്നങ്ങൾ ഒക്കെ സംസാരിച്ചതിന് ശേഷം രമ്യ ഹരിദാസ് മണ്ഡലത്തിൽ പാട്ടും പാടി ജയിക്കുമെന്ന് PJ ജോസഫ് പ്രഖ്യാപിച്ചു. തുടർന്ന് താനൊരു പാട്ട് പാടാമെന്നായി. തനിക്കൊപ്പം പാടാൻ വേദിയിലിരുന്ന സ്ഥാനാർത്ഥിയെയും PJ ജോസഫ് ക്ഷണിച്ചു. ആദ്യം PJ ഒരു വായ്ത്താരി പാടി. വായ്ത്താരിക്ക് വേദിയിൽ കയ്യടികൾ ഉയർന്നു. കയ്യടിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് PJ ജോസഫ് തുടർന്നു. PJ ജോസഫ് പാടാൻ ആരംഭിച്ചതോടെ വേദിയിലും സദസ്സിലും കൂട്ടച്ചിരി പടർന്നു. ആൾക്കാർ ചിരിച്ചിട്ടും ഒരു കുലുക്കവുമില്ലാതെ പാട്ട് തുടർന്നു. അങ്ങനെ രമ്യയെ പാട്ടും പാടി ജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ജോസഫ്. അതേസമയം രമ്യ ഹരിദാസ് വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുന്നിടങ്ങളിലെല്ലാം അവരുടെ പാട്ട് നിർബന്ധമാണ്. മലയോര മേഖലയായ മച്ചാട് പാർട്ടി നേതാക്കളുടെ യോഗത്തിലെത്തിയ രമ്യയോട് അവിടെ പാടണമെന്ന് ആവശ്യമുയർന്നു. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നുന്നു കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും എന്ന പാട്ട് പാടിയ ശേഷം രമ്യ പറഞ്ഞു, മണ്ഡലത്തിൽ നിന്ന് ആരെങ്കിലും എന്നെ കെട്ടാൻ തയ്യാറായാൽ സന്തോഷം. രമ്യയോടൊപ്പം സദസ്സും ചിരിയിൽ പങ്കുചേർന്നു. കൂലിപ്പണിക്കാരന്റെ മകൾ, താമസിക്കാൻ IAY പദ്ധതിയിൽ കിട്ടിയ വീട്, ഒരു മോതിരം പോലുമില്ല. പ്രവർത്തകർ സ്വന്തം നിലയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എവിടെ നിന്നും ഒന്നും വരാനില്ല. എല്ലാം പ്രവർത്തകർ സ്വയം ഏറ്റെടുത്ത് ആലത്തൂർ ഇടതുകോട്ടയിലെന്ന് തെളിയിക്കണം. ഇതായിരുന്നു യോഗത്തിൽ സ്ഥാനാർത്ഥിക്ക് പറയാനുണ്ടായിരുന്നത്. വോട്ടഭ്യർത്ഥിച്ച് മച്ചാട് പള്ളിയിൽ എത്തിയപ്പോഴും തിരുനാൾകുട്ടിന് വരുന്നവരുടെയും ആവശ്യം പാടണമെന്നായിരുന്നു. അനിലക്കര MLA, DCC ഭാരവാഹികളായ K അജിത് കുമാർ, രാജേന്ദ്രൻ അരങ്ങത്ത്, NR സതീശൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ആലത്തൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്ന LDF സ്ഥാനാർത്ഥി PK ബിജുവിനെ നേരിടാൻ യുവ വനിതാ സാന്നിധ്യമായി 33-കാരിയായ രമ്യ ഹരിദാസിനെയാണ് പാർട്ടി തിരഞ്ഞെടുത്തത്. നിലവിൽ കോഴിക്കോട് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ രമ്യ KSU സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. കോഴിക്കോട് കുന്ദമംഗലം കുറ്റിക്കാട്ടൂരിലെ കൂലിപ്പണിക്കാരനായ PP ഹരിദാസിന്റെയും രാധയുടെയും മകളാണ് രമ്യ. പൊതുപ്രവർത്തന രംഗത്ത് ചെറുപ്പം മുതൽ സജീവമാണെങ്കിലും 6 വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി നടത്തിയ ടാലന്റ് ഹണ്ടിലൂടെയാണ് രമ്യ എന്ന നേതാവ് ദേശീയ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. എന്തായാലും രമ്യയുടെ പാട്ട് ഹിറ്റാവുകയാണ്, ഒപ്പം ജോസഫിന്റെയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.